ഈ ഇലക്ഷൻ സമയത്തുള്ള അയാൾക്ക് ആരോപണം വരുന്നത്, അല്ലാത്തപ്പോൾ എന്താ ആരോപണം വരാത്ത? ഇവിടെ കിടന്ന് ആരെന്തോ അപവാദങ്ങൾ പറഞ്ഞാലും നല്ല പ്രവൃത്തി ചെയ്യുന്നവർ ജയിച്ചിരിക്കും. മന്ത്രി ഇല്ലെങ്കിലും കൊള്ളത്തില്ല, മന്ത്രിയും ഊരാച്ചിപ്പണിയും വലിയ ഇതായി വായിക്കും. 10,000 ഈ കാട്ടുപത്തിനാരം 10,000 ആക്കിയത് ഗണേഷ് സാർ എംഎൽഎയുടെ വീട്ടിലേക്ക് എന്നും പ്രകടനം. ഞങ്ങൾ ഇന്ന് തന്നെ 12-1 മണി വരെ ഞാൻ കോട്ട ഓടാൻ പറ്റിയില്ല. വ്യക്തിപരമായിട്ടുള്ള കാര്യം നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ പുറകെ നടക്കുന്ന ആളുകളെല്ലാം നല്ല ആൾക്കാരാണോ? നമസ്കാരം. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഗുരുതരമായ പരാതി ഉന്നയിക്കുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ തനിക്ക് പരാതിയില്ല, ഒത്തുതീർപ്പായി എന്ന് പറയുന്നു. മന്ത്രിസ്ഥാനം രാജിവെക്കില്ല എന്ന് ഗണേഷ് കുമാർ പറയുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഈ വിവാദ വിഷയം കെട്ടടങ്ങുമോ? ഇപ്പോൾ പത്തനാപുരത്തെ ജനതയുടെ അഭിപ്രായം നമുക്ക് തേടാം. ആരോപണം ആര് പറഞ്ഞു? ഈ ഇലക്ഷൻ സമയത്തുള്ള അയാൾക്ക് ആരോപണം വരുന്നത്, അല്ലാത്തപ്പോൾ എന്താ ആരോപണം വരാത്ത? ഇലക്ഷൻ സമയമാകുമ്പോൾ അവർക്ക് അയാൾക്ക് ആരോപണം വരും. അതായത് ഈ പാർട്ടി അയാളെ അടിച്ചമർത്തുള്ള അല്ല, എതിർ പാർട്ടികൾ അയാളെ അടിച്ചമർത്തുള്ള ഒരു ആരോപണം അല്ല. ഇന്ന് ആരോപണത്തിന് ഇന്ന് കേസില്ലല്ലോ. അയാളെ ഇവിടെ പുഷ്പപോലെ ജയിക്കത്തുള്ളൂ, ഗണേഷ് സാറയുടെ പുഷ്പപോലെ ജയിക്കത്തുള്ളൂ. എന്താരോപണം വന്നാലും ആരോപണം വരുന്നതനുസരിച്ച് അയാൾക്ക് 10,000 വോട്ട് ഭൂരിപക്ഷം കിട്ടത്തേ ഉള്ളൂ. വികസനമൊക്കെ എങ്ങനെയാണ് നമ്മുടെ വികസനം? സൂപ്പർ വികസനം. അതുകൊണ്ട് 10,000 ഈ കാട്ടുപത്തിനാരം 10,000 ആക്കിയത് ഗണേഷ് സാർ തന്നെ. ഞാൻ കമ്മ്യൂണിസ്റ്റ് തന്നെ. എന്നാൽ ഞാൻ പറയാം, ഈ കാട്ടുപത്തിന് അങ്ങാര് കോൺഗ്രസ് ആയിരിക്കും, കാട്ടുപത്തിനാരം 10,000 ആക്കിയത് അങ്ങാര് തന്നെ. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളോടൊക്കെ എങ്ങനെയാണ് സംസാരിക്കാനും കാണാനൊക്കെ? ഇന്നലെ വന്ന് ഇതൊരു വിഭവം കൈ കാണിച്ചിട്ടാ പോയാൽ. അങ്ങനെ അയാൾക്ക് ഈ വലുതും ചെറുതൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ ഉള്ളൂ. ഇവിടെ കിടന്ന് ആരെന്തോ അപവാദങ്ങൾ പറഞ്ഞാലും നല്ല പ്രവൃത്തി ചെയ്യുന്നവർ ജയിച്ചിരിക്കും. ഇവിടെ കിടന്ന കടിപിടി കൂട്ടുന്നത് പോലെയല്ല. ഗണേഷ് കുമാർ ആയാലും ഏത് കുമാറായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. നല്ല പ്രവൃത്തിയിലോ നാട്ടിന് വേണ്ടിയിട്ട് ചെയ്യുമോ അത് അവർക്ക് ബൂത്തിൽ ചെല്ലുമ്പോൾ അവർക്കറിയാം ആർക്ക് ചെയ്യണമെന്ന്. അത് നമ്മളിവിടെ പറയണ്ട. ഇന്ന ആൾ ജയിക്കുമെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് നല്ല പ്രവൃത്തി ചെയ്യുന്ന ആൾ ആരാന്ന് വെച്ചാൽ അവിടെ അവർ ജയിച്ചിരിക്കും. ഗണേഷ് കുമാർ കഴിഞ്ഞ ഇടയ്ക്ക് വരെ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം പറ്റിയ ഒരു അതിഭയങ്കരമായ കുഴപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭാര്യ തന്നെ പരാതി ഉന്നയിച്ചിരിക്കുന്നു. അതെ, അതിന് മറ്റു തരത്തിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി കാണാതിരിക്കുകയല്ലോ. പക്ഷേ ഒരബദ്ധമോ രണ്ടബദ്ധമോ അല്ലല്ലോ ഓരോരുത്തർക്കും. മാങ്കൂട്ടം തന്നെ കണ്ടില്ലേ. നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള ഒരു അനുഭവമാണ് കാണിക്കുന്നത്. ഞങ്ങളായപ്പോൾ എല്ലാവരും ചോദ്യം മറിച്ച് നോക്കാതെ ജയിക്കുന്നുള്ളതാണ്. നല്ല മനുഷ്യനാണ്, വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്, നല്ല ഇതാണ്. എന്താണോ നിങ്ങളെ മന്ത്രിയെ മടുത്തോ? മന്ത്രി ഇല്ലെങ്കിലും കൊള്ളത്തില്ല, മന്ത്രിയും ഊരാച്ചിപ്പണിയും വലിയ ഇതായി വായിപ്പോയി. അതുപോലെ വികസന കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ പറയത്തില്ല. വികസന കാര്യം ചെയ്തിട്ട് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി വന്നുള്ള വികസനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടാണ്. വ്യക്തിപരമായി ഇതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് അവസ്ഥയാണ്. എന്നും ഇവിടെ പ്രകടനമാണ്. എംഎൽഎയുടെ വീട്ടിലേക്ക് എന്നും പ്രകടനം. ഞങ്ങൾ ഇന്ന് തന്നെ 12-1 മണി വരെ ഞാൻ കോട്ട ഓടാൻ പറ്റിയില്ല. മന്ത്രി ചെയ്തിരിക്കുന്നത് ആണോ? പെൺവാണി പോയി നോക്കാൻ ഒരു മന്ത്രി ചെയ്യാൻ കൊള്ളാത്ത പണിയാണ്. 5000 കാമുകിമാർ 5000 കാമുകിമാർ പ്രണയം. അത് നല്ല നല്ല കവിയുടെ ഇവരെ കാര്യങ്ങളല്ലേ എടുത്ത് പറയുന്നേ. അതെ, ഞങ്ങൾക്ക് ഇതുപോലുള്ള ഓട്ടോ തൊഴിലാളികൾക്ക് ഇവിടെ ഓട്ടോ ഓടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇവിടെ എന്നും പ്രകടനങ്ങളാണ്. ഇന്നലെ വൈകിട്ട് പ്രകടനമായിരുന്നു. ഇന്ന് ഉച്ചവരെ 10 മണിക്ക് അടച്ചതാണ് ഈ റോഡ്. 1 മണി വരെ റോഡ് അടച്ചിട്ടിരിക്കും. ഞങ്ങൾക്ക് ഓട്ടോ ഓടാൻ പറ്റുന്നില്ല. അതൊരു ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വർഷത്തിൽ ഒരു 10 തവണയെങ്കിലും ഇതുപോലെ പ്രകടനം ഉണ്ടാവും. ഓരോരോ വിഷയങ്ങൾ വിവാദങ്ങളിൽ ചെന്ന് ചാടുമ്പോഴും ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊരു കൂടുതൽ ആൾ ജയിച്ചു കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെയുള്ള അഹങ്കാരങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ 5 ടേണായില്ലേ, അതുകൊണ്ട് പുള്ളിക്ക് അതിൻ്റെയുള്ള അഹങ്കാരങ്ങളായി, മാടമ്പിത്തരമായി. അതുകൊണ്ട് ഇനി മാറി വരണം. വേറൊരു MLA വേണം. ഉറപ്പായിട്ട് വേണം. ഈ വികസന പ്രവർത്തനം ചെയ്താലും അത് കോൺഗ്രസിൽ നിന്ന് അനുവദിച്ചുള്ള വികസന പ്രവർത്തനങ്ങളേ ഉള്ളൂ. ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോൾ അനുവദിച്ച വികസന പ്രവർത്തനങ്ങളേ ഉള്ളൂ. MLA എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ MLA ഇതുവരെ കുഴപ്പമൊന്നുമില്ല. വിവാദങ്ങളൊക്കെ ഉണ്ടാകും, കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. വിവാദത്തിൽ അങ്ങനെ കുഴപ്പമില്ല. എല്ലാ നേതാക്കന്മാരും അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പം അങ്ങനെ വിട്ടുപോകുന്നതാണ്. അത് സ്വാഭാവികം, വ്യക്തിപരം. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഇലക്ഷനൊക്കെ വരുന്ന ഉടനെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. ഞാൻ 14 നിയമങ്ങളിലും PDPയുടെ മണ്ഡലം പ്രസിഡന്റാണ്. എൻ്റെ പേര് താന്നിവിള സിദ്ദീഖ് എന്നാണ്. അപ്പോൾ ഇവരുടെ സാഹചര്യം നമ്മളൊന്നും പറയാൻ പറ്റില്ല. ആ സാഹചര്യം അനുസരിച്ച് ഇലക്ഷൻ കഴിഞ്ഞേ പറയാൻ പറ്റും ആരാണ് വരുന്നത്. പിന്നെ വേറൊരാൾക്ക് അവസരം കൊടുത്താൽ അദ്ദേഹം ഇതുപോലെ ചെയ്തുവിടുന്നില്ല.
അദ്ദേഹം ഇതുവരെ ചെയ്തുകൊടുന്നല്ല. ഇതൊന്നും ആരുടെയും പോക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലല്ലോ. ആത്മാർത്ഥമായി അതായത് മണ്ഡലങ്ങളിലുള്ള കാര്യങ്ങൾ അവർ പിടിച്ച് വാങ്ങി കൊണ്ടുവന്ന് ചെയ്യുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. അതിന് വേറൊരാൾക്ക് ഒരു അവസരം കൊടുത്താൽ അദ്ദേഹം ചെയ്തെന്നിരിക്കും. കുഴപ്പമൊന്നുമില്ല. വികസനമൊക്കെ ഉണ്ട്. വികസനം പത്തനാപുരത്തൊന്നും നടന്നിട്ടില്ല. ഇല്ല. ഇടയ്ക്ക് ഇപ്പം പുള്ളി ലേറ്റസ്റ്റ് ആയിട്ട് വിവാദങ്ങളിൽ പെട്ടിരിക്കുകയാണ്. അതറിയുമോ? അതേപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മളെന്ത് പറയാൻ അതിനെ പറ്റി? അത് രാജിവെക്കേണ്ടതാണോ ഇപ്പം? ഇപ്പം എന്താ രാജിവെക്കുന്നത്? കാലാവധി തീരുന്നതാണ്. 10-15 ദിവസം കൂടെ അല്ലേ. ജനങ്ങൾ പല അഭിപ്രായമല്ലേ. എന്താണ് ചേട്ടാ MLA പറ്റി പറയാം? MLA പറ്റി പറയാൻ തെറ്റാണ്. അതാരും അംഗീകരിച്ചേ വെക്കൂ. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ത് തീരുമാനിക്കുന്നു അത് നടക്കട്ടെ. രാജിവെക്കണമെന്നോ ആയിരുന്നോ ചേട്ടൻ്റെ അഭിപ്രായം? രാജിവെക്കണമായിരുന്നോ? മന്ത്രി രാജിവെക്കണമായിരുന്നോ? രാജിവെക്കണ്ട. MLA പറ്റി അഭിപ്രായം ഒന്നും പറയാനില്ലേ? MLA നല്ല MLA ആയിരുന്നു. വികസന കാര്യങ്ങളിലാണോ? വികസനമൊക്കെ ഉണ്ട്. ഈ വിവാദങ്ങളൊക്കെ പുള്ളി ഏശുന്നുണ്ടോ? അതൊന്നും എത്ര വിവാദങ്ങൾ വന്നാലും അതൊന്നും പ്രോബ്ലം വരത്തില്ല. പുള്ളിയോടെ ജയിക്കും. ജനങ്ങൾക്കിടയിലാണോ? പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ജനങ്ങളുടെ മനസ്സിലല്ലയോ പുള്ളിയുടെ പല പല കാര്യങ്ങൾ കാണും. അത് സ്വകാര്യമായിട്ട് കാണും, വ്യക്തിപരമായിട്ട് കാണും. അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടെന്നുള്ളൂ. അതിന് ചിലർ പ്രതികരിക്കും. അപ്പോൾ ആ പാർട്ടിക്കാർ പ്രതികരിക്കും. അത് സ്വാഭാവികമായിട്ടുള്ളത്. പിന്നെ വികസന കാര്യം പുള്ളി നേരത്തെ കോൺഗ്രസ്സിലായിരുന്നു. വന്നിരുന്നപ്പോൾ വികസന കാര്യങ്ങൾ കുറേ ചെയ്തു. പിന്നെ പാർട്ടി മാറി. അടുത്ത പാർട്ടി വന്നപ്പം അതിലോട്ട് പോയി നിലനിൽപ്പിന് വേണ്ടി സ്ഥലം മാറി. അതൊക്കെയുള്ള കാര്യങ്ങൾ. വികസനത്തിന് വേണ്ടി ഇവിടെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും നമുക്കറിയാം. MLA പറ്റി നല്ല അഭിപ്രായം തന്നെ. നല്ല മനുഷ്യനാ, നല്ല നാടിന് വേണ്ടി നല്ലത് ചെയ്യുന്ന ആളാണ്. പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ പുറകെ നടക്കുന്ന ആളുകളെല്ലാം നല്ല ആൾക്കാരാണോ? അത് നമ്മൾ പറയണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കൊച്ചിനെ ഒരു പയ്യനെ ഉത്സവപ്പറമ്പിലിട്ട് കൊന്നു. ഏതെങ്കിലും ആരെങ്കിലും പോയോ? ഒരു വയ്യാത്തൊരു തന്ത, ഒരു മോന്, ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ കോളേജിൽ ഇപ്പം 2 വർഷം കൊണ്ടായിരുന്നു ഒരു മോനെ ഒരു വീട്ടിൽ തലയ്ക്കടിച്ച് കൊണ്ടുവന്നിട്ട് ഇന്ന് വരെ അതിൻ്റെയൊക്കെ വീട്ടിലൊക്കെ ആരെങ്കിലും പോയി തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എല്ലാം നാടിന് വേണ്ടി ചെയ്യുന്നവരുടെ പുറകിലെല്ലാം നടന്നു. പിന്നെ വ്യക്തിപരമായ വിഷയങ്ങൾ വരുമ്പോൾ മുന്നിട്ട് ചാടും. യഥാർത്ഥത്തിൽ ഈ പോകുന്ന ആൾക്കാരിൽ ആരാ നല്ലതുള്ളതെന്ന് അങ്ങോട്ട് പറയണം, ജനങ്ങളുടെ മുമ്പിൽ പറയണം. മന്ത്രി രാജിവെക്കണോ ആവശ്യമായിട്ട് പ്രതിഷേധമൊക്കെ ഉണ്ടോ? രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളത് പറയത്തില്ല. നാടിന് വേണ്ടി നല്ലത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണാത്ത കാര്യം പറയാൻ നമുക്കറിയത്തില്ല.